ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നഴ്സസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിലെ നഴ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പലരും പല കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഞാൻ ഓസ്ട്രേലിയയിലെ നഴ്സസിൻ്റെ ലൈഫിനെ കുറിച്ച് ഇന്നൊന്ന് പറയാം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വൈ പീപ്പിൾ ആർ റിഗ്രറ്റിംഗ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല. നമ്മളുടെ ഒരു കോമൺ ഇഷ്യൂസ് ഫസ്റ്റ് ഓസ്ട്രേലിയക്ക് വരുമ്പം എന്തൊക്കെയാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ അതിലെടുത്ത് പറയുന്നുണ്ട്, അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അല്ലാതെ നമ്മളൊരിക്കലും ഓസ്ട്രേലിയനെ കുറിച്ചോ ഓസ്ട്രേലിയ കൊള്ളില്ല എന്നൊന്നും ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയ നല്ലതാണ്, ഞങ്ങൾ ഓസ്ട്രേലിയ നല്ലതായതുകൊണ്ടാണല്ലോ ഓസ്ട്രേലിയക്ക് വന്നത്. അപ്പം ഞങ്ങളൊരിക്കലും ഓസ്ട്രേലിയയിൽ വന്നിട്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് ഫേസ് ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ചിലപ്പോൾ ടൈം എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ആവുമായിരിക്കും നമ്മൾ അതിനുള്ള സൊല്യൂഷനൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതിൽ ഞാൻ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ കുറേ ഫീഡ്ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ, അത് എന്തായാലും മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ചിലർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിൽ നടക്കുന്നത്, ചിലപ്പോൾ ചിലർക്ക് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് വീഡിയോസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് ഒരു നഴ്സിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ആറെണ്ണായിട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ യു കെയിലാണെങ്കിൽ ഫസ്റ്റ് ലൈസൻസ് കിട്ടുന്നവരെ നമ്മൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് സാലറി ആയിരിക്കും. നമ്മൾ സ്കീം അവിടുത്തെ എക്സാമൊക്കെ പാസ് ചെയ്ത് നമ്മളൊരു ഫുൾ ടൈം ലൈസൻസ് എടുക്കുന്നവരെ നമ്മൾ അവിടുത്തെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ബാൻഡ് 4 സാലറിയെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്മളെല്ലാ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ്ലി വന്ന ആറെണ്ണായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനിഷ്യലി കുറച്ച് ടൈം നമുക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ഫുൾ ടൈം സാലറി ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഹവേഴ്സ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 38 അവേഴ്സ് പെർ വീക്കാണ്. ഈ 38 അവേഴ്സ് പെർ വീക്ക് ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു 40 അവേഴ്സ് പെർ വീക്കാണ്. സോ 8 അവേഴ്സിൻ്റെ ഒരു 5 ഡേയ്സാണ് നമ്മൾ മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. അത് നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് മാറും. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 അവേഴ്സാണ്. അപ്പം നൈറ്റ് ഷിഫ്റ്റിൻ്റെ 4 നൈറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 40 അവേഴ്സ് ആ വീക്കിലായി. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത്, നമുക്ക് 38 അവേഴ്സ് ചെയ്താൽ മതിയല്ലോ ഒരു വീക്ക്. അപ്പം നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ അവേഴ്സ് ആഡപ്പായി എൻഡ് ഓഫ് ദ മന്തിൽ നമുക്കൊരു എക്സ്ട്രാ ഓഫ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ADO 8 എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതൊരു ലീവ് കാറ്റഗറിയിലോട്ട് അത് പോകും, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന അവേഴ്സ്. പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റ് ടൈമിങ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലിൽ നമുക്ക് 8 അവർ ഷിഫ്റ്റാണ് ബേസിക്കലി ഇവിടെ ഉള്ള പാറ്റേൺ. ഈ 8 അവർ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 o'clock to 3:30. ഈവനിങ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30 to 10 o'clock. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റലിലാണ്. ചില ഹോസ്പിറ്റലിൽ 2:30 to 11 o'clock ആണ്. അപ്പോൾ നമ്മൾ ഈ ഓവർലാപ്പ് വരുന്നുണ്ട്, മോർണിംഗ് ഷിഫ്റ്റുകാർ ഈവനിങ്കാരും കൂടെ ഒരു ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ റിലാക്സ് ആവുന്നുണ്ട്, കാരണം ഈ 2 ഷിഫ്റ്റുകാരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റുകാർ ബ്രേക്കിന് പോകുന്ന ടൈമോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കോഴ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷനോ പ്രീവിയസ് ഷിഫ്റ്റിലെ ഡോക്യുമെൻറ്റേഷനൊക്കെ എഴുതുന്ന ഒരു സമയമാണ് ഈ ഓവർലാപ്പ് വരുന്ന സമയം. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒത്തിരി സമയമുണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് ഷിഫ്റ്റുകാർക്കും കുറച്ച് ആ ടൈമിൽ കുറച്ച് ഒരു ഷോർട്ട് ബ്രേക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 അവേഴ്സാണ്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 9:30 to മോർണിംഗ് 7:30 ആണ്. ഇവിടെ നൈറ്റ് ഷിഫ്റ്റിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഇല്ല. അപ്പം ഫുള്ളി പെയ്ഡാണ് 10 അവേഴ്സും. പിന്നെ ഇവിടെ ചിലപ്പം ചില ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റൽ, ചിലപ്പോൾ സിറ്റിയിലൊക്കെ ആയിരിക്കാം, എമർജൻസിയിലും 12 അവേഴ്സ് കൊടുക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ റിക്വസ്റ്റ്. ICUസിൽ മോസ്റ്റ് ഓഫ് ദ ടൈം 12 അവർ ഷിഫ്റ്റ് തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ് വാർഡിൽ. അത് യു കെയിലെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബേ ആണ് അവർ കൊടുക്കുന്നത്, ഒരു 8:1 ആണ് യു കെയിലെ ഒരു മോസ്റ്റ് ഓഫ് ദ പാറ്റേൺ, വാർഡിലുള്ള ഒരു പാറ്റേൺ. പക്ഷേ യു കെയിലാണെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ
ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് കൂടെ ഉണ്ടായിരിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് നമുക്കൊരു വാർഡ് പേഴ്സൺ ഉണ്ടായിരിക്കും. പക്ഷേ ഫുൾ ഹോസ്പിറ്റലിലേക്ക് ഒരു വാർഡ് പേഴ്സണെ ചിലപ്പോൾ ഒരു ഷിഫ്റ്റിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം അവർക്ക് ഒത്തിരി ഹാർഡായിരിക്കും. അവർ എല്ലാവരെയും കൂടെ മാനേജ് ചെയ്യുക, എല്ലാ സ്റ്റാഫിനെയും എല്ലാ പേഷ്യൻറ്റിനെയും കൂടെ മാനേജ് ചെയ്യുന്നവർക്ക് ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ പരസ്പരം നമ്മുടെ കൊളീഗ്സ് സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ഒരു ഷിഫ്റ്റൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നത്. പക്ഷേ മോർണിംഗ് ഷിഫ്റ്റിലെ ഉപകാരം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഡിസ്ചാർജസ് ഒക്കെ മോർണിംഗ് ഷിഫ്റ്റിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റിലാണെങ്കിൽ ഒരു നേഴ്സ് യൂണിറ്റ് മാനേജർ ഉണ്ടായിരിക്കും. ഇവിടെ അവരെ നംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ഡിസ്ചാർജും ഈ നഴ്സിംഗ് കെയറിലേക്കുള്ള അഡ്മിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരാണ് മോർണിംഗ് തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിൽ നമുക്കൊരു വാർഡ് ഇൻചാർജിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഈ നഴ്സ് യൂണിറ്റ് മാനേജേഴ്സ് ഉണ്ടായതുകൊണ്ട്. അപ്പം മോർണിംഗിലാണ് നമ്മുടെ ഈ മോസ്റ്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്, അതായത് ഫെസിലിറ്റി മാനേജേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം മോർണിംഗ് ഷിഫ്റ്റിലാണ് നമുക്ക് കൂടുതൽ നഴ്സിംഗ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡൻസിന് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ ഈവനിങ് ഷിഫ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നൈറ്റ് ഷിഫ്റ്റിൽ സ്റ്റുഡൻസ് ഇല്ല. ഇവിടെ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഒരു വാർഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ RNസും ENസും കൂടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ENs എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻറോൾഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ നഴ്സിംഗ് പോലത്തെ ആൾക്കാർ, അതിനോട് സിമിലർ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇവർ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്കുണ്ട്. ഇവർ നമ്മുടെ കൺട്രോൾഡ് ഡ്രഗ്സ് മാത്രം മാനേജ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ അവർക്ക് വിറ്റ്നസ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പം RNസും ENസും കൂടെയാണ് ഹോസ്പിറ്റലിൽ അവർ മിക്സ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു RNസും ചിലപ്പോൾ നമുക്ക് കുറേ ENസും ആയിരിക്കും നമ്മുടെ സപ്പോർട്ടിനുള്ളത്. അവർ ഒരു നേഴ്സ് പോലെ തന്നെയാണ് പണിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ സാലറി ഓഫ് കോഴ്സ് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഓസ്ട്രേലിയ. അപ്പോൾ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ചെയ്യുന്നത് അവർലി റേറ്റിലാണ്. സാലറിയുടെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ഡേയും ഡിപ്പെൻസ് ഓൺ ദ ഷിഫ്റ്റും ഡിപ്പെൻസ് ഓൺ ദ എക്സ്പീരിയൻസ് എല്ലാം ഇവിടുത്തെ സാലറി മാറുന്നുണ്ട്. അപ്പോൾ ഹൈലി പെയ്ഡ് സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് അലവൻസ് ഉണ്ടായിരിക്കും. നൈറ്റ് ആണെങ്കിൽ നൈറ്റിൻ്റെ അലവൻസും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് ഇവിടുത്തെ സാലറി എല്ലാം തന്നെ വേറെയാണ്. ഇവിടെ ഫസ്റ്റ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രീവിയസ് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ വരുന്നതിന് മുമ്പിട്ട് നമ്മൾ 8 ഇയർ എക്സ്പീരിയൻസും അപ്പോൾ 8 ഇയർ ടു 10 ഇയർ എക്സ്പീരിയൻസിന് മേലെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈ ബാൻഡ് സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ സാലറി പേ ചെയ്യുന്നത് ഒരു ഫോർട്ട്നൈറ്റ്ലി ആണ്, അതായത് 2 വീക്സിലാണ് ഇവിടെ സാലറി കിട്ടുന്നത്, മന്ത്ലി അല്ല. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലിനിക്കൽ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ കോഴ്സ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ HR അവർ കുറച്ച് ഡോളേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ ബേസ്ഡ് ഓൺ ദ പുതിയ കോഴ്സ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ആനുവൽ ലീവ്സ്, നമ്മുടെ ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനുവൽ ലീവ്സും സിക്ക് ലീവ്സും ഒക്കെ നമുക്ക് ഓരോ മന്ത് നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹവേഴ്സ് ആഡപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീവ്സ് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി അനുസരിച്ച് നമുക്ക് ആഡപ്പായിട്ടാണ് ആനുവൽ ലീവ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേ സ്ലിപ്പിൽ നമ്മുടെ സ്റ്റാഫ് ലിങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എത്ര അവേഴ്സാണ് ആഡപ്പായി വരുന്നതെന്ന്. അപ്പോൾ 1 ഇയർലി നമുക്കൊരു 4 വീക്സ് ഒക്കെയാണ് ആനുവൽ ലീവ് വരുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ദ മാനേജേഴ്സ്. നമുക്ക് 4 വീക്സ് ഓൾ ടുഗദർ എടുത്തിട്ട് പോകാനോ വെക്കേഷന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേയ്സിലൊക്കെ ഉള്ള അവേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ സിക്ക് ലീവ് നമുക്ക് മന്ത്ലി നമുക്ക് ആഡപ്പായേ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 ഡേയ്സാണ് സിക്ക് ലീവ് വിത്തൗട്ട് GP ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കെയറേഴ്സ് ലീവ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അന്ന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും അത് വരുന്നത് സിക്ക് ലീവിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ്. അതിലൊരു സ്പെസിഫൈ റീസൺ കൊടുക്കുന്നുള്ളൂ, പേഴ്സണൽ ഇഷ്യൂസാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമുക്ക് ഈ സിക്ക് ലീവും ആനുവൽ ലീവും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ HR ആണ്. സം അവേഴ്സാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സിക്ക് ലീവ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇയറിലേക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ആനുവൽ ലീവ് ആണെങ്കിൽ കുറച്ച് നമ്മൾ എടുത്തിരിക്കണം, കുറച്ച് മാത്രമേ നമുക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ഇവിടെ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ ഒരു 18 വീക്സാണ് അവർ കൊടുക്കുന്നത്. അതിന് സർട്ടൺ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അതിൻ്റെ എലിജിബിൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ മെറ്റേണിറ്റി ലീവ് ഇത്രയും അവൈലബിൾ ആണോ എന്ന് നോക്കുന്നത്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും കുറേ നാളത്തേക്ക്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ അലവൻസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോണ്ട്രി, ഷൂസ്, മീൽ അലവൻസ്. അപ്പോൾ നമ്മളൊരു ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഓവർ ടൈമിൽ തന്നെ നമുക്ക് ഓവർ ടൈം മീൽ അലവൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഷൂസ്, ഇപ്പം നമ്മളൊരു ഓരോ വർഷത്തേക്ക് നമ്മൾ ഷൂസ് മേടിക്കുകയാണെങ്കിൽ അത് ലേറ്റർ നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഷൂസ് അലവൻസ്, യൂണിഫോം അലവൻസ് ഒക്കെ നമുക്ക് കുറച്ച് ടാക്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ യൂണിഫോം നമുക്ക് നമ്മുടെ ട്രസ്റ്റാണ് തരുന്നത്. മോസ്റ്റ്ലി 3 to 5 യൂണിഫോം സെറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് യൂണിഫോം ഉണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ ജാക്കറ്റ് തന്നെയാണെങ്കിലും നമ്മൾ പേ ചെയ്തെടുക്കുന്നുണ്ട്. ജാക്കറ്റ് മാത്രം നമ്മൾ പേ ചെയ്യുന്നുള്ളൂ. യൂണിഫോം നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ മോസ്റ്റ്ലി എല്ലാം സിസ്റ്റം തന്നെയാണ്. നമ്മൾ എമർജൻസിയിലാണെങ്കിൽ ഫസ്റ്റ് നെറ്റും, വാർഡിലാണെങ്കിൽ പവർ ചാർട്ടുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ പേപ്പറിൽ ചെയ്യുന്ന ടെസ്റ്റുകളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിൽ ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റം തന്നെയാണ്. പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ എഡ്യൂക്കേഷനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് റൂറൽ ഏരിയ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവേഴ്സ് ഓഫ് ക്ലാസ്സസ്, ലിമിറ്റഡ് അവേഴ്സ് ഓഫ് ക്ലാസ് നമുക്ക് പെയ്ഡ് ആണ്. പിന്നെ നമുക്ക് മോസ്റ്റ്ലി എല്ലാം തന്നെ സപ്പോർട്ടിംഗ് ആണ് ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ. പിന്നെ ഓസ്ട്രേലിയയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അതായത് നമുക്ക് തുടർന്ന് പഠിക്കണമെങ്കിലും നമ്മൾ ഓരോ കോഴ്സ് ചെയ്യണമെങ്കിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അതിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ നഴ്സസിൻ്റെ ഡിമാൻഡ് ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലേക്ക് പോയി നമുക്ക് കുറച്ച് നാൾ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫ്ലൈ ഇൻ ആൻഡ് ഫ്ലൈ ഔട്ട്. അപ്പോൾ നമ്മൾ അവിടെ പെർമനൻ്റായിട്ട് ജോലി ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 വീക്സോ അങ്ങനെ അവർ ട്രാവൽ അലവൻസും അക്കോമഡേഷനും എല്ലാം കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് പോയിട്ട് ജോലി ചെയ്യും. അപ്പോൾ അവർ നല്ലൊരു സാലറി പാക്കേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും പോരാതെ നമ്മുടെ പല ഹോസ്പിറ്റലുകളിൽ സാലറി പാക്കേജ് ആൻഡ് മീൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാലറി പാക്കേജിൽ സർട്ടൺ എമൗണ്ട് അവർ മാറ്റി വെച്ചിട്ട് നമുക്ക് ടാക്സ് പേ ചെയ്യാതെ നമ്മുടെ കുറച്ച് സാലറിയിൽ നിന്ന് മാത്രം അവർ ടാക്സ് എടുത്തിട്ട് പിന്നീട് നമുക്ക് ആ സാലറി നമുക്ക് പിന്നെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ മീൽ എൻ്റർടൈൻമെൻറ്റ് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സർട്ടൺ എമൗണ്ട് ഓഫ് മണിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഈ സാലറി പാക്കേജ് എടുക്കുമ്പോൾ. അതെനിക്ക് തോന്നുന്നു മെയിൻലി റൂറൽ ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ നഴ്സിംഗ് ഹോമിലൊക്കെ RNs കുറവും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് കൂടുതലുമാണ്. അപ്പോൾ അവർക്ക് ഫുൾ ടൈം സപ്പോർട്ടായിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പക്ഷേ RNs ആണ് മെഡിസിനും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലോ വേറൊരു ഏരിയയിലോ പോയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവരാണ് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കാർ എടുത്തിട്ട് പോവാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു നഴ്സസ് ലൈഫ് ഇൻ ഓസ്ട്രേലിയ ആണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ബേസിക് ഐഡിയ ആണ് തന്നത് എന്താണ് ഓസ്ട്രേലിയയിലെ നഴ്സസ് എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.